ഇന്നതുവരെ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയതിന് ശേഷം പോളിംഗ് അവസാനിക്കുന്നതുവരെ ഞങ്ങളുടെ പ്രത്യാശ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നിട്ടേ ഉള്ളൂ. ജനങ്ങളും പൊതുവെ UDFുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് പോളിംഗ് അവസാനിക്കുന്ന ദിവസം വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതിനുശേഷം പിന്നെ വോട്ട് പെട്ടിയിലായല്ലോ. പിന്നെ എന്താ മാറ്റം? പെട്ടിക്കകത്ത് നിന്ന് മാറ്റങ്ങൾ എന്തോ ഉണ്ടായോ? സ്ട്രോങ് റൂമൊക്കെ തുറന്നു പോയതാണ്. പിന്നെ പലയിടത്തും CCTV ഫുട്ടേജ് പോരാ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി കേരളം UDF ഭരിക്കും. അതെ, കംഫർട്ടബിൾ മെജോറിറ്റി. ഏതിൽ? അതെ, എക്സിറ്റ് പോൾ ഇന്ന് വൈകുന്നേരം കാണാമല്ലോ. എന്ത് എക്സിറ്റ് പോളും എന്ത് സർവേ ഒക്കെ ആണെങ്കിലും കേരള ജനത UDFിൻ്റെ കൂടെയായിരുന്നു എന്നത് വ്യക്തമാണ്. ആ റിസൾട്ട് തെരഞ്ഞെടുപ്പിൽ എണ്ണുമ്പോൾ ഉണ്ടാവും. മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ലീഗ് ഇടപെടുന്നുണ്ടോ? അങ്ങനെ ലീഗിനോട് അഭിപ്രായം അത് തീരുമാനമായല്ലോ. UDFകാരും മുഖ്യമന്ത്രിയാവും. ഞാൻ തീരുമാനിച്ചു. അത് തീരുമാനിച്ചു. അല്ല, UDFിലെ ഒരംഗമാവും. മുഖ്യമന്ത്രി. അല്ല, ലീഗിനോട് നിർദ്ദേശിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അപ്പോൾ ലീഗ് നിർദ്ദേശിക്കും. അതിനൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. വേറെ എവിടെയെങ്കിലും ആർക്കെങ്കിലും അതുകൊണ്ട് തൃപ്തിയോ അസംതൃപ്തിയോ ഉണ്ടായിട്ടില്ല. രണ്ടും ശരിയല്ല. ഈ പവർ കട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ്. 100 സീറ്റ് വരും, അധികാരത്തിലെത്തുമെന്നൊക്കെ പറയുന്നു. എന്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? അല്ല, ഇപ്പോഴാണ് ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ 140ഉം UDF ജയിക്കുമായിരുന്നു. കുറച്ച് താമസിച്ചു പോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് നേരിടാനുള്ളത്. ഞങ്ങൾക്കറിയാം, ഖജനാവ് കാലിയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ക്രമസമാധാന നില തകരാറിലാണ്. പിന്നെ ഇതുപോലെ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം, ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഭരണം ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതൊക്കെ ജനപിന്തുണയോടുകൂടി മറികടക്കാൻ കഴിയും. ജനങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ച് അവരെ സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ UDFന് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വയനാട് വീട് വെച്ച് കൊടുത്തതിൽ ലീഗിന് വലിയ പ്രശംസ കിട്ടി. ലീഗാണ് അതിന് മാതൃക കാണിച്ചിട്ടുള്ളത്. അത് ഒരു സർക്കാർ വരുമ്പോൾ കോൺഗ്രസും ഒക്കെ വലിയ തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗ് ആയിരിക്കും അതിലൊരു മാതൃക എല്ലാ കാര്യത്തിലും പോലെ ഉണ്ടാവും. മുസ്ലിം ലീഗ് എല്ലാ കാര്യത്തിലും മാതൃകയാണല്ലോ, വീടിൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ. സമുദായ സൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ, രാജ്യത്ത് ക്രമസമാധാന നില പാലിക്കുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ മുസ്ലിം ലീഗ് എന്തും മാതൃകയാണ്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഇതിലൊക്കെ മുസ്ലിം ലീഗ് മാതൃകയാണ്. ഇപ്പോൾ വയനാട് മുസ്ലിം ലീഗ് അല്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തു. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് CPM. ഒരു വീട് CPM ഉണ്ടാക്കി കൊടുത്തോ? ഗവൺമെൻറ് കൊടുക്കുന്ന വീട് 4-ാം തീയതി കഴിഞ്ഞാൽ ഞങ്ങളതാ. 4-ാം തീയതി കഴിഞ്ഞാൽ ആ വീട് മുസ്ലിം ലീഗ് അടക്കമുള്ള കേരള ഗവൺമെൻറ്റിൻ്റേതാണ്. അപ്പോൾ അത് നന്നാക്കി കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അവിടെ വിള്ളലുണ്ട്, ചോർച്ചയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിള്ളലും ചോർച്ചയും തമ്മിലുള്ള തർക്കം നടക്കുന്നുണ്ട്. ഏതായാലും ഒരു കടലാസ് കൊണ്ടുപോയി തുടച്ചിട്ടല്ല ചോർച്ച ഞങ്ങൾ തീർക്കാൻ പോകുന്നത്. നന്നായി അവിടുത്തെ ഇരകൾ, അവർ ആ ദുരന്തത്തിന് ഇരയായ മനുഷ്യർ, ആരുടെ പുനരധിവാസമാണ് ആഗ്രഹിച്ചതെങ്കിലും അത് ഞങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും. തീർച്ചയായും ആരാണ് ഉത്തരവാദി എന്ന് വെച്ചാൽ ആ ഉത്തരവാദികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. കോൺഗ്രസിൻ്റെ വീടുകളെ കുറിച്ച് ഇപ്പോൾ വിവരമൊന്നുമില്ലല്ലോ. അല്ല, കോൺഗ്രസ് ഞങ്ങൾ പോന്നിട്ടും ഗവൺമെൻറ്റിനെ പ്രതീക്ഷിച്ച് അവിടെ നിന്നാണ്. ഞങ്ങളും ഗവൺമെൻറ്റിനെ പ്രതീക്ഷിച്ച് നിന്നാണ്. അവർ സ്ഥലം തരുമെന്ന് പറഞ്ഞു, സുഖമായിട്ട് നടത്താമെന്ന് കരുതി 6-7 മാസം കാത്തു നിന്നു. ഒന്നും ഉണ്ടായില്ല. എപ്പോഴും കണ്ടില്ലേ? കാത്തു നിൽക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ പോന്നപ്പോൾ കോൺഗ്രസ് പോകുന്നില്ല. കോൺഗ്രസ് പിന്നെയും ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ചു. തെലങ്കാന മുഖ്യമന്ത്രി പൈസ കൊടുത്തു, കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാർ പൈസ കൊടുത്തു, ഗവൺമെൻറ്റുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് അവർക്കും കാര്യം മനസ്സിലായത്. ഇപ്പോൾ അവർ വിട്ടു പോന്നു, സ്ഥലം വാങ്ങി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, തുടങ്ങാൻ പോകുന്നു. നല്ല കാര്യം. ഇത്തവണ 5ാം മന്ത്രി ഉണ്ടാവും. എന്താ ചോദ്യം? നിങ്ങൾ ഈ 4-ലും 5-ലും 3-ലൊന്നും ഞങ്ങൾ ഒതുക്കല്ല.
അതിനപ്പുറത്തേക്ക് ചോദിച്ചൂടെ? അല്ല, കഴിഞ്ഞ തവണ ഏറ്റവും വിവാദമായതാണ് 5-ാം മന്ത്രിസഭ. അല്ല, അതൊക്കെ കൗണ്ടിങ് കഴിഞ്ഞാൽ UDF-ലെ ഘടകകക്ഷികൾ ഒന്നിച്ചിരുന്ന് സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തൊരു തീരുമാനത്തിലെത്തും. പി കെ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാകുമോ? അതും കൂടെ ചർച്ചയിൽ വരും. എന്താ ഈ വലിയ അടി ഉണ്ടാവുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്നുള്ളതൊക്കെയാണ് പൊതുവിൽ ഒന്നും സംഭവിക്കില്ല. വിദ്യാഭ്യാസം ലീഗ് വിടണമെന്ന് ക്രിസ്ത്യൻ സഭകൾ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരാളും ഒന്നും പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് ഒരു ചർച്ചകളും ഉണ്ടായിട്ടില്ല. വളരെ ശാന്തമായി കേരളത്തിൽ രമ്യമായി കേരളീയരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഘടകകക്ഷികൾക്കിടയിൽ ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. താങ്കളുടെ റോൾ എന്തായിരിക്കും? പ്രത്യേകിച്ച് ഇത്തവണ മത്സരിക്കാനൊന്നും ഉണ്ടായിട്ടില്ല ഈ സർക്കാർ വന്നാൽ. ഇത് തന്നെ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഏക ജനറൽ സെക്രട്ടറി, 60 അല്ല, ഏക ജനറൽ സെക്രട്ടറി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.